സംസ്ഥാനത്ത് കായികാധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ കായികമേളകൾ താളം തെറ്റുന്നു. വിവിധ ജില്ലകളിലായി മേളകൾ നടക്കുന്നുണ്ടെങ്കിലും മത്സര നടത്തിപ്പിനെ ചൊല്ലിയുള്ള പരാതികൾ ഏറെയാണ്. കായികാധ്യാപകരുടെ തസ്തിക നഷ്ടത്തെ ചൊല്ലിയുള്ള പരാതികളെ തുടർന്ന് അധ്യാപകർ നിസ്സഹകരണം പ്രഖ്യാപിച്ചതും ഒഫീഷ്യലുകളുടെ കുറവുമാണ് പ്രതിസന്ധികൾക്ക് കാരണം. സെപ്റ്റംബർ മുതൽ ആരംഭിച്ച സബ് ജില്ലാ കായികമേളകൾ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും സംഘാടനം അമ്പെ പരാജയപ്പെടുകയാണുണ്ടായത്. ഇടുക്കി കട്ടപ്പനയിലും കോട്ടയം പാലായിലും തൃശൂർ ഈസ്റ്റ് സബ് ജില്ലയിലും നടന്ന കായികമേളകളും സംഘാടനവും പാളിയത് ഇതിനുദാഹരണമാണ്. മത്സരങ്ങൾക്കായി നിശ്ചയിച്ച ദിവസങ്ങളിൽ കുട്ടികളും രക്ഷിതാക്കളും വേദിയിലെത്തും. എന്നാൽ സംഘാടനത്തിലെ പിഴവുകൾ കൊണ്ടും അശാസ്ത്രീയമായ മത്സര നടത്തിപ്പും വിധി നിർണയങ്ങൾ കൊണ്ടും കായികമേളകൾ തർക്കങ്ങൾക്ക് വേദിയായി മാറുകയാണ്. അപ്പൊ നിങ്ങൾക്ക് 12 മണിക്ക് പറയാം ഇത്ര മത്സരം നടക്കുള്ളൂ, ബാക്കിയുള്ളവർ നാളെ നടക്കുള്ളൂ. മണിക്കൂറുകളോളം പൊരിവേലിയിൽ കാത്തു നിൽക്കുന്ന കുട്ടികൾ പലരും മത്സരങ്ങളിൽ പങ്കെടുക്കാനാകാതെ മടങ്ങിപ്പോവേണ്ട ഗതികേടും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. കായിക അധ്യാപകരുടെ നിസ്സഹകരണവും ആവശ്യത്തിന് ഓഫീഷ്യലുകളെ ലഭ്യമല്ലാത്തതുമാണ് പ്രതിസന്ധികൾക്ക് കാരണം. ഈ വർഷം 40ഓളം കായിക അധ്യാപകർ നിലവിൽ തസ്തിക നഷ്ടപ്പെട്ട് ഈ കൊല്ലം വെളിയിലാണ്. ഇങ്ങനെ പോയാൽ ഒരു 5-6 കൊല്ലത്തിനുള്ളിൽ ഇതേ റേഷ്യോയാണെങ്കിൽ കായിക അധ്യാപകർ നിലവിൽ കേരളത്തിൽ തന്നെ വംശനാശം സംഭവിക്കും. കായിക അധ്യാപകരുടെ തസ്തിക മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക, NCTA കായിക അധ്യാപക യോഗ്യത നടപ്പാക്കുക, ഹയർ സെക്കൻഡറി നിയമനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യയന വർഷം തുടക്കം മുതൽ ഇവർ പ്രതിഷേധത്തിലാണ്. 500 കുട്ടികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്ന നിലയിൽ തസ്തിക പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ വിവിധ ജില്ലകളിലായി നിരവധി പേർ പിരിച്ചുവിടപ്പെട്ടു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ 300 കുട്ടികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്ന നിലയിൽ ഇളവ് അനുവദിച്ചെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കായിക അധ്യാപകർ ഇതുവരെ തയ്യാറായില്ല. ഞങ്ങളുടെ ആവശ്യം മാത്രമല്ല ഉന്നയിക്കുന്നത്, കുട്ടികളുടെ ആവശ്യം കൂടിയാണ്. സബ് ജില്ലാ തലത്തിലേക്ക് കടന്നതോടെയാണ് അധ്യാപകരുടെ പ്രതിഷേധം കായികമേളകളുടെ നടത്തിപ്പിനെ കാര്യമായി ബാധിച്ചു തുടങ്ങിയത്. അധ്യാപകർ നിസ്സഹകരണം തുടരുമ്പോൾ നടക്കാനിരിക്കുന്ന റവന്യൂ സംസ്ഥാന കായികമേളകളുടെ നടത്തിപ്പും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.